എൻ്റെ മോള് മാസങ്ങൾക്ക് മുമ്പേ പാസ്റ്റർ ദൂത് പറഞ്ഞിരുന്ന് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞ് 8-9 മാസത്തിന് മുമ്പേ പറഞ്ഞ് ഇന്ന മാസത്തിൽ നിനക്കൊരു തലമുറ ജനിക്കാൻ പോകുന്നു, വീണ്ടും ഒരു തലമുറ ജനിക്കാൻ പോകുന്നെന്ന്. അന്നേരം എൻ്റെ മരുമോൻ വെളിയിൽ നിന്ന് വന്നിട്ടില്ല. അവൾ ചിരിച്ചു. എന്നാൽ ദൈവം അത് ആ പറഞ്ഞ മാസം തന്നെ അവിടെ ഉദരത്തിലൊരു കുഞ്ഞ് ജനിച്ചു. എന്നാൽ കുഞ്ഞ് ജനിച്ചതും വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു 8 മാസം വരെ ഈ കുഞ്ഞിനെ ഉദരത്തിൽ ദൈവം സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ഞാനും ചിന്തിച്ചു, മോളും ചിന്തിച്ചു. പരസ്പരം ഞങ്ങൾ പറയുന്നില്ല. ഈ 8 മാസം വരെ കുഞ്ഞിനെ വയറ്റിൽ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് അത് സത്യമായിരുന്നു. പരിശുദ്ധാത്മാവ് പാസ്റ്ററെ കൊണ്ട് പറയിച്ചതായിരുന്നു. എപ്പം ഞങ്ങൾക്ക് ബോധ്യമായെന്ന് പറഞ്ഞാൽ 8 മാസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോകുമ്പം 8 മാസം തികഞ്ഞ ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിന് കുറഞ്ഞു വരുന്നതായിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയതാ. അങ്ങനെ പോയി ഒരു സാധനങ്ങളോ കുഞ്ഞിൻ്റെ പ്രസവത്തിനോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പറയുന്നത് ഹാർട്ട് ബീറ്റ് കുറഞ്ഞ് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് എസ്റ്റേറ്റിൽ എത്തിക്കണം, അല്ലെ കുഞ്ഞിന് അതാണ് നല്ലതെന്ന്. അപ്പം ഞങ്ങൾ ദേവദാസനെ വിളിച്ച് പറഞ്ഞ്, സിസ്റ്ററെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ എസ്റ്റേറ്റിൽ ആ നിമിഷം തന്നെ പോയി. അപ്പം അവിടുത്തെ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്തപ്പോഴേ ഐസിലേക്ക് മാറ്റി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ദേവദാസനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സഭയിലെ മക്കളെ അടുത്ത് വിളിച്ച് പറഞ്ഞ് അന്നെ കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഓരോ ദിവസം ചെല്ലുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യം വഷളായിക്കൊണ്ടിരുന്നു. എന്നാൽ ദൈവമക്കൾ ഒന്നിച്ച് സഭ ഒന്നിച്ചുള്ള പ്രാർത്ഥനയിലും ദേവദാസൻ്റെയും ഭാര്യയുടെയും പ്രാർത്ഥനയിലും ഒക്കെ ആ കുഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. 10-ാം ദിവസം കുഞ്ഞിന് ഞങ്ങളുടെ കരയിൽ ഒരു കുഴപ്പമില്ലാതെ അവൻ എല്ലാ കുഞ്ഞുങ്ങളെക്കാളും ആരോഗ്യവനായിട്ടും പാല് വലിച്ചു കുടിക്കുന്ന നല്ലൊരു കുഞ്ഞായിട്ട് ഞങ്ങൾക്ക് ദൈവം തിരിച്ചു തന്ന് ഈ സഭയും പാസ്റ്റർ ഭാര്യയും ഞങ്ങളുടെ കുടുംബത്തിന് ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം ഞങ്ങൾ ഈ നന്മയൊന്നുമല്ല, ഒരുപാട് നന്മകൾ ഈ സഭയിൽ വന്നതിന് ശേഷം എൻ്റെ 2 പെൺമക്കൾക്കും ദൈവം ഒരുപാട് നന്മ പാസ്റ്ററിലൂടെ ചെയ്ത് ഒരുപാട് അനുഗ്രഹം. ഞങ്ങൾ 2 ഭവനം ജപ്തി ചെയ്യുമെന്ന് എൻ്റെ മോഡലും ഞങ്ങളതും അതൊക്കെ ദൈവം പിടിപ്പിച്ച് പറയാൻ എണ്ണമില്ലാത്ത നന്മകൾ ഈ സഭയിൽ നിന്ന് എൻ്റെ ദൈവം ചെയ്ത് അതിനായി പ്രാർത്ഥിച്ച എല്ലാ ദൈവം മക്കൾക്കും പാസ്റ്റർക്കും കുടുംബത്തിനും നന്ദി പറയുന്നു. ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ആമേൻ, ആമേൻ. ഒന്ന് കരമടിച്ച് ആ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞതാണ്, പക്ഷെ വാഗ്ദത്ത ശിശുവാണത്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. എനിക്കിന്നും ഓർമ്മയുണ്ട്, കർത്താവ് എന്നോട് ആ മാസം ദൂത് പറഞ്ഞു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ആ സൗരി പേഴ്സണലി വന്ന് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ ഭർത്താവ് ദുബായിൽ നിന്ന് വരാനായിട്ട് സൗദിയിൽ നിന്ന് വരാൻ ഒരു മാർഗ്ഗമില്ല, പിന്നെ എങ്ങനെ ഈ കുഞ്ഞുണ്ടാകുന്നത്? ഹല്ലേലൂയ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം അത് പറഞ്ഞെങ്കിൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സഹോദരിയുടെ ഹസ്ബൻഡ് വേഗത്തിൽ നാട്ടിൽ വരാനിടയായി തീർന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി പ്രഗ്നൻ്റായി. ഹല്ലേലൂയ. ആ ദൂത് നിവർത്തീകരിക്കപ്പെട്ടു. ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും കർത്താവ് വിശ്വസ്തനായി ഇന്ന് ആ കുഞ്ഞ് ആരോഗ്യത്തോടായിരിക്കുന്നു. ഒരുമിച്ചൊന്ന് കരമൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വാഗ്ദത്തങ്ങൾക്ക് എന്നും വിരോധം കാണാം, പക്ഷേ വാക്ക് പറഞ്ഞവൻ മാറത്തില്ല.